ഗൈസ്, ബ്ലിങ്കിറ്റിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ പറയണത്. അപ്പോൾ ഇതിൻ്റെ ആപ്പ് വേണം. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നാണ് കിട്ടുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എന്നിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വല്ല റെഫറൽ ലിങ്ക് അങ്ങനെ ഒക്കെ ഉപയോഗിച്ചായിരുന്നു നമുക്ക് കിട്ടണേ. അപ്പോൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അപ്രോക്സിം നമുക്ക് ചേരുന്ന ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഏത് വെഹിക്കിളാണെന്ന് ചോദിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ സെലക്ട് ചെയ്യുക. അതിന് സിറ്റി ഏതാണെന്ന് ചോദിക്കും. ഇപ്പം എൻ്റെ സിറ്റി എറണാകുളമാണ്. എറണാകുളം കൊടുക്കുന്നു. നിങ്ങൾ സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പറയുന്നത് അത് ഫുൾ ടൈം ആണെന്ന് കൊടുക്കണത് നല്ലത്. കാരണം ഫുൾ ടൈം ആകുമ്പോൾ നമുക്ക് അത് ഏത് സമയത്താണെങ്കിലും ഓടാം. അങ്ങനെ ഒരു ഇതുണ്ട്. പാർട്ട് ടൈമിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ സാധാരണ 5 മണി തൊട്ടൊക്കെയാണ് പാർട്ട് ടൈമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഫുൾ ടൈം കൊടുക്കണേക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഫുൾ ടൈമിൻ്റെയും പാർട്ട് ടൈമിൻ്റെയും ഓഫേഴ്സൊക്കെ നമുക്ക് കിട്ടണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോർ സെലക്ട് ചെയ്യണം. ഏത് സ്റ്റോർ വേണം, ഇതിൽ ഏത് സ്റ്റോർ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ടൗൺ ഏരിയയൊക്കെ ആയിരിക്കണതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റും ഹോസ്റ്റലും അങ്ങനത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ എല്ലാം ഉള്ളത്. അപ്പോൾ തിരക്ക് കൂടുതലായിക്കോളും. ആൾക്കാർ ബുക്ക് ചെയ്യണം. വെച്ചാൽ ഈ ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ. അപ്പോൾ അങ്ങനത്തെ സെലക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ID വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ ആവശ്യമായിട്ട് വരും. പിന്നെ ഈ ആധാർ കാർഡ് മറ്റേ ഡിജിലോക്കറായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നടക്കുന്ന പ്രോസസ്സ് കുറച്ച് സ്പീഡിൽ നടക്കും, ഈ വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. കാരണം ബാങ്ക് നമുക്ക് ഇപ്പോൾ അക്കൗണ്ടിലുള്ള കാശ് വരണമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് തന്നെ അതായിട്ട് ലിങ്ക് ആയിരിക്കണം. അതാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സെൽഫി എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതിനെ പറ്റിയുള്ള ഇതൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് വേണം, ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ജോയിൻ ഫീസാണ് വരുന്നത്. ജോയിൻ ഫീസ് എനിക്ക് 200 ആയത്. കാരണം ഞാൻ സൊമാറ്റോയിൽ നിന്ന് ബ്ലിങ്കിലോട്ട് മാറണം ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 200 ആയത്. അല്ലാത്തവർക്ക് 400 ആയിരുന്നു ആ ടൈമിൽ. ഇപ്പോൾ കുറച്ചും കൂടി എമൗണ്ട് കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അടിയിൽ ഒരു സാധനം കാണിക്കും. വേറെ ഈ ബ്ലിങ്കിറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിലാണ് മെയിനായിട്ട് ഓടണത്. എന്നിട്ട് ആപ്പിൽ നേരത്തെ കൊടുത്ത നമ്പർ വെച്ചാൽ ഈ ആപ്പിലും നമ്മൾ കയറണം. എന്നിട്ട് ഒരു എഗ്രിമെൻറ്റ് പറയും. എഗ്രിമെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതിന് നോമിനിയായിട്ട് ചിലപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുക്കാം. കൂട്ടുകാരൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള നോമിനേറ്റുള്ള ആരാണോ അവരുടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പെൻഡിങ് ആയിട്ട് കിടക്കണ ഈ സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോറിൽ പോവുക. സ്റ്റോറിൽ പോയി ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സും ബാഗും അവിടെ നിന്ന് കിട്ടണേ. അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എടുത്ത് തരണേ. എന്നിട്ട് പിന്നെ നമുക്ക് ഓടാൻ തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ, ഞാൻ പറയാവുന്നതാണ്.